കരയിലെന്ന് വേണ്ട, വെള്ളത്തിലെന്ന് വേണ്ട, ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റോബോട്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഉപയോഗം ഏത് വിധത്തിലും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തത് കൊല്ലം ജില്ലയിലെ ആദർശാണ്. ആദർശ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, അതായത് എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം വികസിപ്പിച്ചെടുത്തത്, ഏത് ആവശ്യത്തിനാണ്? ഇതിപ്പോൾ ഞങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്ത് തുടങ്ങുന്ന മിലിറ്ററി, ബോർഡർ സെക്യൂരിറ്റി അങ്ങനെയുള്ള പർപ്പസുകൾക്കും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞങ്ങളിത് വികസിപ്പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം റോബോട്ടാണ്. നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്ത് മാറ്റാം ഈ ടെക്നോളജീനെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കരയിലും വെള്ളത്തിലും വെള്ളത്തിൻ്റെ സർഫസിലും അണ്ടർ വാട്ടറിലും മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. മാത്രമല്ല ഇപ്പം സാധാരണ റോബോട്ടുകളെന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോണ റോബോട്ടിന് ചിലപ്പം കരയിൽ കൂടെ പോകാൻ പറ്റത്തില്ല. കരയിൽ കൂടെ പോണതിന് ചിലപ്പോൾ നമുക്ക് വെള്ളത്തിൽ സർഫസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അത് കംപ്ലൈൻ്റ് ആയി പോയ പല പ്രശ്നങ്ങളാണ്. അപ്പം ഇപ്പോൾ ഈ റോബോട്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉള്ളിടത്തോളം ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്ന, ഇപ്പോൾ ഒരു റോബോട്ടിന് ഇപ്പോൾ ഒരു മിലിറ്ററിയുടെ കേസിലാണ് നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഡിസ്റ്റൻസ് ചിലപ്പോൾ ട്രാവൽ ചെയ്തായിരിക്കും നമുക്ക് പോയിട്ട് ഒരു റോബോട്ടിനെ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു 5 റോബോട്ട് കൊണ്ടുവന്നതിന് എളുപ്പമായിരിക്കും ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒറ്റ റോബോട്ട് കൊണ്ടുപോകുന്നതിന്. അപ്പോൾ അതിൻ്റെ ടെക്നോളജിക്കലി വരുമ്പോൾ അത് ഹൈലി ചലഞ്ചിങ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്താണ് ഇത്രയും വർഷം കൊണ്ടാണ് നമ്മൾ ഈ സാധനം ഡെവലപ്പ് ചെയ്തെടുത്തത്. എന്ന് വെച്ചാൽ 2016-17 പീരീഡിൽ തുടങ്ങിയ റിസർച്ച് എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലത്തിനനുസരിച്ച് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4th 5th വെർഷൻസിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5th വെർഷൻ ഇപ്പോഴും നമ്മൾ ഒഫീഷ്യലി എന്താ പറയുന്നത് പുറത്തേക്ക് വിടാത്തൊരു ഇതാണ്. അപ്പോൾ അതിലിപ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുന്നത് സെൻസർ കാര്യങ്ങളുടെയൊക്കെ ഫെയിലുവറും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ബോർഡും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെയിലുവേഴ്സ് പോലും എന്ന് വെച്ചാൽ മിലിറ്ററിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെൻസർ ഫെയിലിയർ ഉണ്ടായാലും നമ്മൾ ആ മിഷൻ ഫെയിൽ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇപ്പം 5th വെർഷൻസ് വരുമ്പോൾ വേറെ പല വർക്കിംഗ് ടെമ്പറേച്ചറുകളിലും ഈ സാധനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ചിലതൊക്കെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് പാർട്ടായിട്ട്. ആദർശ്, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? ആദർശിന് എങ്ങനെയായിരുന്നു ഇത്തരം റോബോട്ടിക് സംവിധാനങ്ങളോട് താല്പര്യം വന്നതും ഒക്കെ വിദ്യാഭ്യാസ കാലം മുതൽ? ഇപ്പം റോബോട്ടിക്സിനായിട്ട് ചെറുതിലെ തന്നെ റോബോട്ടിക്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ജനറേഷൻ എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒന്നും അത്രത്തോളം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നല്ലാതെ നമ്മൾ പിന്നെ ഒരു എഞ്ചിനീയറിംഗ് ലെവലിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി പ്രൊഫഷണലി ഈ സാധനങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു കുട്ടിക്കാലത്ത് കളിച്ച ഒരു ടോയ്, എന്ന് വെച്ചാൽ ഒരു കംപ്ലൈൻ്റ് ആയ ടോയിലെ മോട്ടറും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു ബിസ്ക്കറ്റ് കൂടിലൊക്കെ വെച്ച് ടെസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാ കളിച്ചപ്പോഴത്തേക്ക് ചെയ്ത ചില കാര്യങ്ങളുടെ ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഫ്യൂച്ചറിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു കാര്യമൊക്കെ നമുക്ക് ഇന്ന രീതിയിൽ വികസിപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവലിൽ തലത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത്. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നത് ചെറുതിലാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജികളിലൊക്കെ പിന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ 2016-17 പീരീഡിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഡ്രോൺസിൽ തന്നെ അന്ന് ഒരുപാട് ചലഞ്ചസ് ഉള്ളതെന്ന് വെച്ചാൽ ഡ്രോൺ പോളിസി പോലും അന്ന് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ് അല്ല. അപ്പോൾ അതിൻ്റേതായ ചലഞ്ചസ് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. 19 നമ്മൾ ഫംഗ്ഷനാലിറ്റി പേറ്റൻറ്റ് ഫയൽ ചെയ്തു. ഇപ്പോൾ 26 നമുക്ക് അപ്രൂവ് ആയി. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ 2 ഡിസൈൻ പേറ്റൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വേരിയൻറ്റിന്. അത് നമുക്ക് അപ്രൂവ് ചെയ്തു. അപ്പോൾ ഏതാണ്ട് ഒരു 3 വെർഷൻസിന് വരെ നമുക്ക് ഈ പേറ്റൻറ്റിൻ്റെ റൈറ്റ്സും കാര്യങ്ങളും നമുക്കിപ്പോൾ ആൾറെഡി ഉണ്ട്. ഇനിയും നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഫർദർ പേറ്റൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരി, നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും? ഈ റോബോട്ടിനെ ഇപ്പം മിലിറ്ററി ഒരു മെയിൻ ആപ്ലിക്കേഷൻ വരുന്നതാണ് പല സാഹചര്യങ്ങളിലും ഞാൻ ആൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ കൂട്ടത്തോടുള്ള വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ വരുന്നത്. ഇപ്പോൾ ഒരു 100 എണ്ണം ഒന്നിച്ച് വരുന്ന കണക്കായിരിക്കത്തില്ല ഒരെണ്ണത്തെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇപ്പം നമ്മൾ തന്നെ പല യുദ്ധങ്ങളിലും ഒക്കെ കാണുന്നുണ്ടല്ലോ, കൂട്ടത്തോടെ ഡ്രോണുകൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു 10 ടൈംസ് അല്ലെങ്കിൽ അതിന് മുകളിലാണ് ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ റോബോട്ടുകളുടെ. അപ്പം അതിന് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുമ്പോൾ അതനുസരിച്ചുള്ള പൊട്ടൻഷ്യൽ നമുക്ക് ഈ കൂട്ടത്തോടെ വരുമ്പോഴുള്ള കാര്യങ്ങൾ വരും. എന്ന് വെച്ചാൽ സോം ഓട്ടോമേഷൻ അല്ലെങ്കിൽ സോം ബേസ്ഡ് നാവിഗേഷൻ എന്നൊക്കെ പറയും അതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് വരുന്നത്. സൈനിക ആവശ്യം എന്ന് പറയുമ്പോൾ ഡ്രോണുകളെ
നിർവീര്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അതെ, ഡ്രോണിനെ നിർവീര്യമാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അറ്റാക്കിങ്ങിന് ഉപയോഗിക്കാം, ചിലപ്പോൾ സർവൈലൻസിന്. ഇപ്പോൾ നമുക്ക് അവിടുത്തെ ഡേറ്റാസോ കാര്യങ്ങളോ യുദ്ധമുഖത്തോ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് റഡാറുകളുടെ കണ്ണൊക്കെ വെട്ടിക്കാനൊക്കെ പറ്റും ഈ പല പല ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻസ് തലത്തിലേക്കുള്ള കാര്യങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വളരെ വലിയ പൊട്ടൻഷ്യലിലേക്ക് ഈ സാധനത്തിന്, ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം നിൽക്കുന്നതിനെ ഒരു 5 വർഷം 6 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ വളരെ വലിയ പൊട്ടൻഷ്യലിലോട്ടാണ് ഈ സാധനം മാറാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇനിഷ്യലി ഇത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഒരുപാട് ചലഞ്ചസ് റിസോൾവ് ചെയ്ത് അപ്പോൾ ഇനിയും നമുക്ക് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഇനിയും റിസോൾവ് ചെയ്യണം ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ടീം സൈസും കാര്യങ്ങളും അത്രയ്ക്കുള്ള രീതിയിലോട്ട് എല്ലാ ഫെസിലിറ്റിയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം നമ്മളിങ്ങനെ സ്ലോലി ചെയ്ത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മളിത് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല. ഇപ്പം നമ്മളും ടെക്നോളജി എന്ന് വെച്ചാൽ 16 എന്ന് വെച്ചാൽ റോബോട്ടിക്സും ഒരു രീതിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ പോലും കമ്പോണൻസ് പോലും പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കുറേ കൂടി ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇപ്പം ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക്. പണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ ഒരു ടെക്നോളജിയാണ്. മാത്രമല്ല മിക്ക സാധനങ്ങളും നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ കണക്ക് ഡേ ടു ഡ്രീം പോലുള്ള അവാർഡിലൊക്കെ പാട്ടായതും കാര്യങ്ങളും എല്ലാം. ഈ ഒരു സംഭവം ഇത് ദുരന്ത സംവിധാനം അല്ലെങ്കിൽ ദുരന്തമുഖത്തേക്ക് ഉപയോഗിക്കുമ്പോൾ, മറ്റ് ഡിസാസ്റ്റർ പരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. കാര്യം ഈ സൈനിക ആവശ്യങ്ങൾക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് അധികം പറയാൻ പറ്റില്ല. പക്ഷേ മറ്റു കാര്യങ്ങൾക്ക് ഇതിനെ എന്തൊക്കെ ഉപയോഗിക്കും? അതെ, ഇപ്പോൾ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെള്ളക്കെട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പം ആൾക്കാർ അവിടെ അങ്ങനെ പെട്ട് കിടപ്പുണ്ടോ അങ്ങനെയുള്ള അറിയണം. ഇപ്പോൾ നമുക്ക് ആകാശത്തൂടെ പോവാം, എന്നാലും ചില ഇപ്പോൾ ഒരു വീട്ടിനുള്ളിലോ അങ്ങനെ എന്തെങ്കിലും പെട്ട് കിടപ്പുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഫ്ലോട്ട് ചെയ്ത് ഇതിനുള്ളിൽ കൂടെ നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ വീണാലും ഡാമേജ് ആവത്തില്ല. അപ്പോൾ ഡ്രോണിനെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര ഇപ്പോൾ വെള്ളത്തിൻ്റെ സർഫസിൻ്റെ ഒരു പരിധി കൂടുതൽ താഴാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഒരു എർത്ത് കേക്ക് നടക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഡ്രോണിന് വന്നു കഴിഞ്ഞാൽ പറന്നിറങ്ങി നിൽക്കാനേ പറ്റത്തുള്ളൂ സാധാ ഡ്രോണിന്. അപ്പോൾ അതിന് പിന്നെ നമുക്ക് എന്താ പറയുക, മൂവ് ചെയ്ത് പോയി അറൗണ്ടിൽ എന്തെങ്കിലും ഒരു സിനാരിയോ എടുക്കാനൊന്നും നടക്കത്തില്ല. അങ്ങനെയുള്ള കേസിലെന്ന് പറയുന്നത് ഇതിലിപ്പോൾ എല്ലാ എന്താ പറയുക ടെറൈനിലും അഡാപ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ടെറൈനിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ഭാഗത്ത് പറന്നിറങ്ങാം, എന്നിട്ട് ബാക്കിയുള്ളടത്ത് മൂവ് ചെയ്ത് പോവാം. അതാണ് അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ എല്ലാ ടെറൈനും അനുസരിച്ച് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അഡാപ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഒരു നമ്മൾ മെയിൻലി കരയിലും വായുവിലും വെള്ളത്തിലും ആണല്ലോ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾക്ക് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിന് പഠനം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു രംഗത്തേക്കുള്ള പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ ഏതൊക്കെ സ്ഥാപനങ്ങളിലൂടെയായിരുന്നു, എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി 4 മാസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് 2 MTech ആണ് വരുന്നത്. ഒന്ന് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനിലും ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. ഒരു MTech എന്ന് പറയുന്നത് IIT-ലും, ഒരു MTech എന്ന് പറയുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിലായിരുന്നു. ഞാൻ അമൃത വിശ്വവിദ്യാപീഠത്തിൽ പഠിച്ചിരുന്ന കാലത്താണ് ഈ ഒരു ഐഡിയ ഞാൻ ഡെവലപ്പ് ചെയ്ത് ഫർദറായിട്ട് പോയിട്ടുള്ളത്. അപ്പം അമൃതയിൽ പഠിച്ചിരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗൈഡായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹർമദു സാറ്. അതുപോലെ തന്നെ മെഹർമദു സാറായിരുന്നു എൻ്റെ ഗൈഡായിരുന്നു. പുള്ളിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എല്ലാ ഘട്ടങ്ങളും. ഈവൻ ഞാൻ പേറ്റൻറ്റ് ഫയൽ ചെയ്ത സമയത്തും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് സാറും ഈ പറഞ്ഞ കണക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ പല ഘട്ടത്തിലും കാര്യങ്ങൾ സംസാരിച്ചത്. ഇപ്പം ഇപ്പോഴും ഇവരെല്ലാം ഓരോ പ്രോത്സാഹനം കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ ഒരു കൊമേഴ്സ്യലി വലിയ ഗെയിൻ കാണാതെ വർക്ക് ചെയ്ത് പോയിരുന്നതാണ് ഒരുപാട് വർഷം. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു തുടക്കകാലത്തിലുള്ള സപ്പോർട്ട്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കണക്ക് നമ്മൾ പേപ്പർ പബ്ലിഷ് ചെയ്തപ്പോഴും പലയിടത്തുനിന്നും വലിയ സപ്പോർട്ട്. പക്ഷേ ഇനിഷ്യൽ എപ്പോഴും തുടക്കകാലത്താണ് നമുക്ക് സപ്പോർട്ടുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആ കാലഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു പേരെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവനും ഈ പറഞ്ഞ കണക്ക് പല കാലഘട്ടങ്ങളിലും ഈ പറഞ്ഞ കണക്ക് ഇപ്പം അവനും ഡ്രോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള അപ്പോൾ ചിലപ്പോൾ കമ്പോണൻസ് ഒക്കെ അവൻ്റെത് മേടിച്ചുകൊണ്ട് വരികയും കാര്യങ്ങളും ഒക്കെയാണ് തുടക്കകാലത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ സപ്പോർട്ടും വളരെ വലുതായിരുന്നു ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും. എന്നാലും 2016 തുടങ്ങിയ ഇതിൻ്റെ ഈ പരിപാടിയുടെ ആരംഭം അല്ലേ, ഈ നിർമ്മിച്ച് തുടങ്ങി. അപ്പം അതിനുശേഷം നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തായിരുന്നു?
ബേസിക്കലി ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കലി കമ്പോണൻസ് ഒന്നും പലതും അവൈലബിൾ അല്ലായിരുന്നു ഇന്ത്യയിൽ. പിന്നെ ഡ്രോൺ പോളിസികൾ ഇംപ്ലിമെൻറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഡ്രോൺ റിലേറ്റഡ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പോലും അന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ ഇൻഡിജിനസ് ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. എന്നാലും നമുക്ക് ഈ റോബോട്ട് എന്ന് പറയുമ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 4000-5000 കമ്പോണൻസോളം ടോട്ടലി വരും. ഈ പറഞ്ഞ കണക്ക് ബോർഡ് ഉൾപ്പെടെ വരും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആർക്കിടെക്ചറിലൊക്കെയാണ് ബോർഡൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്രയും കമ്പോണൻറ്റ് സോഴ്സ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പം ഇതൊരു ഇടയിലെ പ്രോട്ടോടൈപ്പിൻ്റെ തുടക്കത്തിൽ നമ്മളെല്ലാം ഫുള്ളി കസ്റ്റമൈസ്ഡ് ഇൻഡിജിനസ് ആയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മൾ തേർഡ് പാർട്ടി ബോർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളൊരു ഫുള്ളി കസ്റ്റമൈസ് വെർഷനിലോട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. റോബോട്ടിക്സ് എല്ലാം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഇനിഷ്യൽ കാലഘട്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാം ഇൻഡിജിനസ് ആയിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പം നമുക്ക് അത്രയും ഇനിഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. കാര്യം നമ്മൾ ടെക്നോളജിക്കലി ഒരുപാട് ഗ്രോ ചെയ്തു. ഇപ്പം നമുക്ക് പണ്ട് കാലത്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനത്തെ പറ്റി പഠിക്കണമെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരുപാട് ടൂൾസ് ഉണ്ട്. പല കാര്യങ്ങളും നമുക്ക് പഠിക്കണമെങ്കിലും ഗവേഷണം നടത്തുന്നതിനുമൊക്കെ ഒരുപാട് എളുപ്പമാണ്. പണ്ടത്തെ കാലം കണക്കല്ല. അപ്പം ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിൽ തന്നെയാണ്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള പ്രോജക്റ്റുകളാണെങ്കിലും എല്ലാം. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ എത്ര രൂപയായി, കയ്യിൽ എത്ര ചിലവായി? ഇപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നത് ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മളെ കയ്യിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായിട്ടെന്ന് വെച്ചാൽ ഈവൻ ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങളുടെ എമൗണ്ട് ഒന്നും കൂട്ടാതെ ഇപ്പോൾ ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാക്ട് കോസ്റ്റ് പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ വേറെ റോബോട്ടുകളിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല ആൾക്കാരുടെ ഹെൽപ്പുകൾ പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സമയത്തിൻ്റെ ഒരു വാല്യൂ നമ്മൾ കൂട്ടിയിട്ടില്ല. അത് വരുമ്പോഴത്തേക്ക് വളരെ വലിയ വാല്യൂ ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഒരു കോ ഡെവലപ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ മെയിൻ പ്രോജക്റ്റുകളും കാര്യങ്ങളും വിറ്റ് കിട്ടുന്ന ഫണ്ടുകളും പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ട്. കാര്യം ഇത് നമുക്ക് കൊമേഴ്ഷ്യലി നമുക്ക് ഡയറക്റ്റ് സെല് ചെയ്യാൻ കാര്യം ഇതിനൊക്കെ ഈ ചിലവ് വേണോ, പൈസ സ്വരുക്കൂട്ടണം. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു കണ്ടെത്തിയിരുന്നത്? നമ്മൾ ഇനിഷ്യലി പ്രൈവറ്റ് R&Dയും കാര്യങ്ങളും നമ്മൾ ഇപ്പം മിക്ക യൂണിവേഴ്സിറ്റികളുമായിട്ടും ഒക്കെ ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ എന്താ പറയുക പല കമ്പോണൻസുകൾ പലർക്ക് കൊടുക്കും. അങ്ങനെയുള്ള എന്ന് വെച്ചാൽ പ്രൈവറ്റ് R&Dകൾ പല കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. പിന്നെ നമുക്കൊരു ചെറിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല കാര്യം. പിന്നെ നമുക്ക് വേറെ കുറേ റോബോട്ട്സ് ഉണ്ട്, സോഷ്യൽ റോബോട്ടുകൾ, എന്താ വെച്ചാൽ വെയർ ഹൗസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന റോബോട്ട്. അങ്ങനെ ഒരുപാട് റോബോട്ട് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മനുഷ്യനെ കണക്കുള്ള റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൽക്കുന്നുണ്ട്. അതെ, അത് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് ഉണ്ട്, നമ്മൾ ഇതിൻ്റെയൊക്കെ ഫണ്ടിങ് ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇൻകം കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഡെവലപ്പ്. കാര്യം ഡയറക്റ്റ്ലി പലരും ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മടിയാണ്. ഒരു പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേജിൽ എത്തിക്കും. ഇനി നമുക്ക് ഫണ്ടിങ്ങിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഈവൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഐഡക്സ് ഫൈനൽ സ്റ്റേജിലാണ്, പ്രൊഫഷണൽ വിന്നറായിട്ട് സെലക്ട് ചെയ്തു കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു ചലഞ്ചസും ഇല്ല. കാര്യം നമ്മൾ ഈ പറഞ്ഞ കണക്ക് ടെക്നോളജിക്കലി അത് വേറൊരു ലെവലിലായി. മാത്രമല്ല ഇതിപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് നമുക്ക് പേറ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫംഗ്ഷനാലിറ്റി പേറ്റൻ്റാണ്. നമുക്കെന്ന് വെച്ചാൽ എല്ലായിടത്തും ഇതേപോലെ സിമിലർ വർക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷനാലിറ്റി പേറ്റൻ്റ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 കൊല്ലത്തോളം അടുത്ത് സമയം ഇതിന് വേണ്ടിയിട്ട് പേറ്റൻറ്റിൻ്റെ പ്രോസസ്സിങ് തന്നെ എടുത്തു. നമ്മളെടുത്ത ആ ഒരു സമയം എഫേർട്ടും വേസ്റ്റ് ആയിട്ടില്ല. അപ്പം അതിനൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ആത്മവിശ്വാസമാണല്ലോ. ഇനി എന്താണ് ഇതിൻ്റെ അടുത്തൊരു ഡെവലപ്മെൻറ്റ് ഘട്ടമുണ്ടോ? ഇതിനി ഒരു 5-6 വർഷത്തെ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ സ്വാം ബേസ്ഡ് ആയിട്ടുള്ള ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എയിമിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഘട്ടമായിട്ടാണ് നമുക്കത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഓരോ സ്റ്റേജസ്, ഇപ്പം സെൻസർ ഫെയിലിയർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ റിസോൾവ് ചെയ്യുന്ന ഇതിൻ്റെ പുറകെയാണ് നമ്മളിപ്പോൾ. അത് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളിലെ ടെക്നോളജികൾ പോലും ഇപ്പം കറൻ്റ്ലി ഇല്ല. അപ്പം അത് നമ്മൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ആ ടെക്നോളജികളൊക്കെ ചിലപ്പോൾ നമ്മുടേതല്ലാതെ തന്നെ ഓവറോൾ ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോഴേ അത് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളായിട്ട് ചില കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 6 years ഡ്യൂറേഷൻ പറയുന്നത്. എൻ്റെ ഒരു എയിമുണ്ട് ഈ റോബോട്ടിനെ എത്തിക്കേണ്ടത്, ആ എയിമിലേക്ക് എത്തിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് വെർഷൻ നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 year കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വന്നാൽ നമുക്ക് ഫസ്റ്റ് വേരിയൻറ്റ് മിലിറ്ററിക്ക് കൈമാറാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. ഒരു ആശയം, അതായത് മനസ്സിലുള്ള ഒരു ലക്ഷ്യം, അതൊന്ന്
ഒന്ന് പറയാമോ? എവിടെ വരെ എത്തിക്കണം എന്നുള്ള ആദർശിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അത് ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഈ റോബോട്ട് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി ഉപയോഗിക്കുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ചിലപ്പോൾ നമുക്ക് അത്ര ഭയങ്കര വലുതാണെന്ന് തോന്നത്തില്ല. പക്ഷേ ഇതൊരു 10 എണ്ണം 100 എണ്ണം ഒരുമിച്ച് വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻറ്റാണ്. സ്വാം ബേസ്ഡ് ഓട്ടോമേഷനും അല്ലെങ്കിൽ നാവിഗേഷനും ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോബോട്ട് യുദ്ധമുഖത്ത് നശിച്ചു പോയാലും അത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അടുത്ത റോബോട്ടിന് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ആറ്റം ബോംബ് പോലുള്ള ടെക്നോളജി ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രോൺ എപ്പോഴും ഉപയോഗിക്കുന്ന ആറ്റം ബോംബൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം. നമ്മൾ ഇപ്പം തീവ്രവാദികളെ കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം മാത്രം നശിപ്പിച്ചാൽ മതി. എല്ലാവരെയും നശിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കൊരു സെലക്റ്റീവ്ലി ഡിസ്ട്രക്ഷൻ നടത്താനും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിസാസ്റ്റർ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ശത്രുക്കളെ മാത്രം കൊന്നാൽ മതി, സാധാരണ ജനങ്ങളെ കൊല്ലേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടുകൾ തമ്മിലുള്ളൊരു യുദ്ധം ഭാവിയിൽ നടക്കാൻ പോകും എന്നുവെച്ചാൽ ഇപ്പം തന്നെ ആൾറെഡി നമ്മൾ പല യുദ്ധങ്ങളിലും കാണുന്നുണ്ടല്ലോ, റോബോട്ടുകൾ തമ്മിലാണ് ഫൈറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിവൈസസുകൾ തമ്മിലാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. പിന്നെ അത് തന്നെ ഇപ്പോഴും മനുഷ്യൻ്റെ മേഖലയിലോട്ട് എന്തായാലും വരേണ്ടി വരും. തോപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലാണല്ലോ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ ഡിസാസ്റ്റർ ഒരു പരിധി വരെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് അൺകൺട്രോൾഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാം മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാവുന്ന രീതിയിലോട്ട് പോവാം. അപ്പോൾ അതെല്ലാം നമ്മൾ എപ്പോഴും മനുഷ്യൻ്റെ കൺട്രോൾ, ഇതിപ്പോൾ ഏത് ടെക്നോളജി ആണെങ്കിലും ഡെവലപ്പ് ചെയ്യുമ്പോഴത്തെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണല്ലോ. ഇപ്പോൾ AI എന്ന് പറയുന്നതും ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. ഇപ്പോൾ റോബോട്ടിക്സ് AIയും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ വരുന്നത്. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫിസിക്കൽ AI എന്ന് പറയുന്ന സാധനം ഈവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒക്കെ ഒരു എൻഡിൽ എത്തുമ്പോഴാണ് മനുഷ്യരാശിക്കൊക്കെ ആക്ച്വലി ഭീഷണി വരുന്നത്. അതൊന്നും ഇപ്പോഴും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഏതായാലും ഇത്തരം കാര്യങ്ങൾ, അതായത് മനുഷ്യരാശിയെ കൂടുതൽ ഗുണം ചെയ്യുന്ന കണക്ക് നമുക്ക് പുതിയ ഡെവലപ്മെന്റ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഏതായാലും കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടത്തിൽ നിന്നും തുടങ്ങിയ ആശയം അത് പിന്നീട് വളർന്നു നിന്ന് ഇത്രയും ഒരു വലിയ സംവിധാനത്തിലേക്ക്, അതായത് സൈനിക മേഖലയിൽ വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റോബോട്ടിക് സംവിധാനത്തിലേക്ക് എത്തിക്കാൻ ആദർശിന് കഴിഞ്ഞു. ആദർശിൻ്റെ കൂടെ ഉള്ള ടീമും ഇപ്പോൾ പുതിയ ഡെവലപ്മെന്റ്സ് ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ആദർശിനും ആ ടീമിനും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.